Hi, hello and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ is all about my journey at IIT Bombay, the struggles I have faced, the growth I have made and the lessons I have learned. കഴിഞ്ഞ മാസം, അതായത് മെയ് 2025 കഴിഞ്ഞ മാസമാണ് ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ ഹോസ്റ്റൽ നമ്പർ 11 റൂം നമ്പർ C248 റൂമിൽ നിന്ന് ഞാൻ ഗുഡ് ബൈ പറഞ്ഞ് പോരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു. ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സാറ്റിസ്ഫാക്ഷനും സന്തോഷവും, അതുപോലെ തന്നെ ഞാൻ അനുഭവിച്ച ഒരുപാട് നല്ലതും മോശവുമായ അനുഭവങ്ങളുടെ ഓർമ്മകളൊക്കെ ആയിട്ടാണ് ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് എനിക്ക് സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ മാസ്റ്റേഴ്സ് കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ് നടന്നിട്ടുള്ളതും എൻ്റെ മാസ്റ്റേഴ്സ് കാലഘട്ടത്തിൽ തന്നെയാണ്. ഒരുപാട് ഈവൻറ്റ്സ് നടന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു 2.5 വർഷത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫൈനൽ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ കഴിഞ്ഞ ജാനുവരിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ജാനുവരി 1 ഞാൻ നാട്ടിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാനൊരു 2.5 ഇയർ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് റീസൺസ് കാരണം. വഴിയെ ഞാനത് പറയാം. അപ്പം ഈ ഒരു റീസൺസ് കാരണം ഞാൻ ഒരു ബ്രേക്ക് എടുത്ത കാരണം എൻ്റെ നോർമൽ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ്റ്റേഴ്സ് ചെയ്യേണ്ടിയിരുന്ന ഒരു നോർമൽ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എക്സ്റ്റൻഷന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ട് അത് ഗ്രാൻഡഡ് ആയിട്ടാണ് ഞാൻ തിരിച്ച് ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് അത് ഗ്രാൻഡഡ് ആയി എന്നറിയുന്നത് അതായത് 2024 ഡിസംബർ 30 അപ്പം 1-ാം തീയതി തന്നെ തിരിച്ച് മുംബൈയിലേക്ക് എത്തുവാണ്. അതുകൊണ്ട് എനിക്ക് ഹോസ്റ്റൽ ഇത്ര പെട്ടെന്ന് പറഞ്ഞ കാരണം എനിക്ക് ഹോസ്റ്റലിൽ അപ്ലൈ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അത് കാരണം തൽക്കാലം ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെ താമസിച്ചിട്ട് ഹോസ്റ്റലിന് അപ്ലൈ ചെയ്യുമായിരുന്നു. അങ്ങനെ 10-ാം തീയതിയാണ് എനിക്ക് ഹോസ്റ്റൽ അലോട്ട് ആവുന്നത്. അതും എനിക്കൊരു ടെമ്പററി റൂമാണ് അലോട്ടഡ് ആവുന്നത്. അപ്പോൾ ഒരു ടെമ്പററി റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗസ്റ്റിന് വേണ്ടിയുള്ള റൂമാണ്. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തെങ്കിലും ഈവൻറ്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് വരുമ്പം, പുറത്തുനിന്ന് സ്റ്റുഡൻസ് വരുമ്പം, അല്ലെങ്കിൽ പാർട്ട് ടൈം PhD ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് അവരുടെ പ്രസൻറ്റേഷൻസിനൊക്കെ ആയിട്ട് വരുമ്പോൾ, അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ട് വരുന്ന തൽക്കാലത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റേ വേണ്ടുന്ന കുട്ടികൾക്ക് അല്ലെ സ്റ്റുഡൻസിന് വേണ്ടി ഉള്ള റൂമാണ് എനിക്കും അലോട്ടഡ് ആയത്. അത് കഴിഞ്ഞിട്ട് പെർമനൻറ്റ് റൂമിലേക്ക് അലോട്ടഡ് ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് റൂം കിട്ടുകയാണ്. ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡും സ്ട്രെസ്ഡ് ഔട്ടും ഒക്കെ ആയ ഒരു ടൈമായിരുന്നു ഈ കോഴ്സിൻ്റെ അല്ല സെമസ്റ്ററിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. കാരണം ഞാനൊരു 2.5 വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല, ഞാൻ പണ്ട് പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അതുപോലെ ഞാൻ എനിക്ക് ഉള്ളതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള 2 കോഴ്സാണ് എനിക്ക് ഈ ഒരു സെമസ്റ്ററിൽ വരുന്നത്. മാത്രമല്ല പ്രൊജക്റ്റിൻ്റെ ഫൈനൽ ഫേസുമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ എനിക്കിത് പാസ്സാകാൻ പറ്റുമോ, എനിക്ക് ഭയങ്കര അൺസർട്ടൺ ആണ് കാര്യങ്ങൾ. എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സ് ആരും തന്നെ കോഴ്സിൻ്റെ പാർട്ടല്ല ഇപ്പോൾ. അവരൊക്കെ അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രമേ അപ്പോൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ ജൂനിയേഴ്സും അല്ലെങ്കിൽ വേറെ കോഴ്സൊക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ. അപ്പോൾ എനിക്ക് ഒരു പരിചയക്കുറവും ആളുകളൊക്കെ ഉള്ള ഒരു പരിചയക്കുറവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ആദ്യത്തെ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. ഒറ്റയ്ക്ക് ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതുപോലെ പഠിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു സബ്ജക്റ്റായിരുന്നു എനിക്ക് ഈ സെമസ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ബയോളജി മയം വരുന്ന ഏത് കോഴ്സും എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. കാരണം എനിക്ക് ഒന്നാമത് വലിയ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ്. പിന്നെ എനിക്ക് 10th കഴിഞ്ഞിട്ട് ഞാൻ ഈ ബയോളജി എന്ന് പറയുന്ന വിഷയം പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാമിനകത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടെമ്പററി റൂമിലായിരുന്നു ഞാൻ അലോട്ടഡ് ആയിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ടെമ്പററി റൂം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല കൂടെ ആരായിരിക്കും എപ്പോഴും വരുന്നതെന്നുള്ളത്. ചിലപ്പോൾ ഒരു 3 ഡേയ്സിലേക്കായിരിക്കും ഒരു റൂംമേറ്റ് വരുന്നത്, ചിലപ്പം റൂംമേറ്റ്സേ കാണില്ല. പല പ്രായത്തിലുള്ളവർ പല കോളേജസിൽ നിന്നൊക്കെ വരുന്നവർ. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു റൂംമേറ്റ്, എൻ്റെ കൂടെ 2 വീക്സ് ഉണ്ടായിരുന്നൊരു റൂംമേറ്റ് എന്ന് പറയുന്നത് 60 വയസ്സുള്ളൊരു PhD സ്റ്റുഡൻ്റ് ആയിരുന്നു. പാർട്ട് ടൈമായിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് പാർട്ട് ടൈമായിട്ട് PhD ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു റൂംമേറ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്, പല ആളുകളുമായിട്ട് ഉള്ളൊരു സഹവാസം. അപ്പം എനിക്ക് പെർമനൻറ്റ് റൂം അലോട്ട് ആവാൻ കിട്ടിയ ടൈം ആയപ്പോഴത്തേക്കും എന്നോട് വാർഡൻ ചോദിച്ചു പെർമനൻറ്റ് റൂം അലോട്ടാക്കി തരട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഈ റൂമിൽ ഞാൻ കംഫർട്ടബിൾ ആണ്. എനിക്ക് ഐദർ എനിക്ക് റൂംമേറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ
എനിക്കിതുപോലെ പല പല ആളുകളായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു റൂംമേറ്റ് തന്നെ ഉള്ളതിനെക്കാട്ടിലും എന്തായാലും 3-4 മാസം ഞാൻ അവിടെ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ ആവുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ആ റൂം തന്നെ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് ഞാൻ പഠിച്ച ഡിപ്പാർട്ട്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ ഷോർട്ട് ESED. ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച എൻ്റെ ഈ കോഴ്സ് എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇവിടെ. ചില പ്രൊഫസേഴ്സ്, ചില നല്ല കൂട്ടുകാർ, ചില നല്ല സീനിയേഴ്സ്, ചില നല്ല ജൂനിയേഴ്സ്, ബാച്ച്മേറ്റ്സ്, അങ്ങനെ ഒരുപാട് പേര്. ഇതൊന്നും അല്ലാതെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്തും നല്ല നല്ല സൗഹൃദങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് വറീഡായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം എൻ്റെ കൂടെ പഠിച്ച അതില്ല എന്ന് വെച്ചാൽ എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആരും തന്നെ ആ കോഴ്സിൻ്റെ പാർട്ടല്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ ലാസ്റ്റ് സെമസ്റ്ററിൽ ഈ 2 കോഴ്സസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അറിയാവുന്ന ആരും തന്നെ ആ ക്ലാസ്സിലില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറച്ച് ഒരു വിയേർഡ് ഫീലിങ്സ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം എല്ലാം സ്ട്രേഞ്ച് ഫേസസ് ആണ്, അറിയാൻ വയ്യാത്ത കോഴ്സ്, എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കോഴ്സ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ചാൻസാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള. കാരണം ഓൾറെഡി ഇത്രയും ഡ്യൂറേഷൻ ആയി നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ചാൻസ് എനിക്കില്ല. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഒറ്റയ്ക്ക് ക്ലാസ്സിലിരുന്ന ഇത് ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് മെൻ്റലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ആ ബുദ്ധിമുട്ടൊക്കെ ഒരു 2-3 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ കോഴ്സസിനെ ഞാൻ പേടിച്ച പോലെ തന്നെ പേടിച്ചിരിക്കുന്ന 2 മലയാളികൾ എനിക്ക് ആ കോഴ്സിൽ കണ്ടുമുട്ടാൻ പറ്റി എൻ്റെ ക്ലാസ്സിൽ. അങ്ങനെ ഒന്നാമത് മലയാളികൾ എന്ന് പറയുന്നത് റെയറായിരുന്നു. ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ടൈമിൽ മലയാളികൾ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര റെയറായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മലയാളികളുടെ എണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലക്കിലി എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് മലയാളികളുണ്ടായിരുന്നു. അപ്പം അതൊരു വലിയ റിലീഫായിരുന്നു. കാരണം നമ്മുടെ ഇമോഷൻസ് നമുക്ക് കോഴ്സിനെ പറ്റിയാണല്ലോ നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ വിഷമം അതേപോലെ മനസ്സിലാക്കാനും തുല്യ ദുഃഖിതരായിട്ടിരിക്കുന്ന ആളുകളും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര റിലീഫായിരുന്നു. ഇപ്പം ഞാൻ 2-3 വട്ടമായിട്ട് പറഞ്ഞു അല്ലേ, ഈ കോഴ്സ് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എനിക്ക് കുറച്ച് സ്ട്രെസ്ഫുള്ളായിരുന്നു കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വറീഡായിരുന്നു, എനിക്ക് പഠിക്കാൻ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു. ഇനി ഇതൊക്കെ എന്തുകൊണ്ടാണെന്നല്ലേ, അപ്പോൾ നമുക്ക് ഫ്ലാഷ് ബാക്കിലോട്ട് പോകാം. അപ്പോൾ 2019 ജൂലൈ 16 ഞാൻ MSc PhD ഡ്യുവൽ ഡിഗ്രി ഇൻ എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇയർ MScയും ബാക്കി PhDയുമാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന ടൈമിൽ MScയും PhDയും കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ പോകണം എന്നായിരുന്നു എനിക്ക്. പക്ഷേ ഡ്യൂ ടു സം റീസൺസ് ഞാൻ MSc മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാനതിന് മുന്നേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വല്ല BSc ഇൻ ബോട്ടണിയോ ബയോടെക്നോളജിയോ അറ്റ്ലീസ്റ്റ് ഒരു കെമിസ്ട്രി എങ്കിലും ആയിരിക്കുമെന്ന്. അല്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ BSc മാത്തമാറ്റിക്സ് ആണ്. എൻ്റെ ഈ മുന്നേ പറഞ്ഞ സ്ട്രഗിൾസിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ എന്തിന് ഞാൻ ഈ കോഴ്സ് എടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ IIT ബോംബെയിൽ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കിട്ടിയ കോഴ്സ് അങ്ങ് എടുക്കുമായിരുന്നു. ഞാൻ MSc മാത്സ് പഠിക്കാൻ വേണ്ടി തന്നെയാണ് IIT JAM എന്ന് പറയുന്ന പരീക്ഷ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ക്വാളിഫൈ ആവുന്നതും. എനിക്ക് NIT വാറങ്കലിൽ MSc മാത്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയതുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് IIT ബോംബെ പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc മാത്സ് പഠിക്കാനുള്ള റാങ്ക് എനിക്ക് ജാമിൽ ഇല്ലായിരുന്നത് കാരണം പിന്നെ എനിക്ക് ഏത് കോഴ്സാണ് കിട്ടുക എന്ന് നോക്കിയപ്പം കിട്ടാൻ ചാൻസ് ഉള്ളൊരു കോഴ്സാണ് എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ ഒരു ചോയ്സ് കൂടെ വെക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടുകയാണ്. ആ സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണോ ഓവർ കോൺഫിഡൻസ് ആണോ അഹങ്കാരമാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴത്തെ എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് എന്തും പഠിക്കാം, എനിക്ക് കഷ്ടപ്പെട്ടാൽ മതി, ഹാർഡ് വർക്ക് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നൊരു വിചാരമായിരുന്നു. മാത്രമല്ല ഞാനും
ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്ത ആളുകളും ഒക്കെ ഒരേപോലെ ചിന്തിച്ചിരുന്നത്, ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ ഇത്രയും പല ഡിസിപ്ലിൻസിൽ നിന്നുള്ള ആളുകളെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും പറ്റുന്നതായിരിക്കണമല്ലോ. അങ്ങനൊരു വിചാരം കൂടെ എൻ്റെ തലയിലോട്ട് കയറിയിട്ട് ഞാനങ്ങ് തുള്ളിച്ചാടി അങ്ങ് പോവുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ പണിയല്ലേ ഇത്. എനിക്ക് മെജോറിറ്റി ഓഫ് ദ ക്ലാസ്സസിലും ഒരക്ഷരം പോലും മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് മൈക്രോബയോളജി, എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി ആൻഡ് എക്കോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ഈ കോഴ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ പോയിരിക്കുമ്പം ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് അത് എൻഡ് ചെയ്യുന്നിടം വരെ എനിക്കൊരു അക്ഷരം പോലും മനസ്സിലാകുന്നില്ല. ലിറ്ററലി ഞാൻ ഏതോ അറബി പറയുന്ന ക്ലാസ്സിലിരിക്കുന്ന പോലെ, ഒരു സ്പാനിഷ് ക്ലാസ്സിലിരിക്കുന്ന പോലെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാകുന്നില്ല, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല, എന്തിനാ അത് പഠിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പല കോഴ്സിൻ്റെ അവസ്ഥ ഇതൊക്കെയായിരുന്നു. മൈക്രോബയോളജിയുടെ ലാബ് അതായിരുന്നു ഏറ്റവും കോമഡി. ഞാനൊരു ബയോളജി ലാബിൽ ഇന്നേ വരെ കാല് പോലും വെച്ചിട്ടില്ല. അപ്പം എൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ബേസ് ലെവലിലായിരിക്കും നമ്മളെ പഠിപ്പിക്കുക. എന്തായാലും പല ഡിസിപ്ലിനിൽ നിന്നാണല്ലോ ആളുകൾ വരുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു നമ്മുടെ കരിക്കുലവും ആ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തതായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്ന രീതിയിലല്ലായിരുന്നു ഇതിൻ്റെ സിലബസ് പറയുന്നത്. അത് പേഴ്സണലി എൻ്റെ പ്രോബ്ലമാണ്. കാരണം എൻ്റെയും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും കൂടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അത്. കാരണം എൻ്റെ ബാച്ച്മേറ്റ്സിന് അങ്ങനെ അല്ലായിരുന്നു അനുഭവം. അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു പുതിയ കോഴ്സ് തുടങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും അവരവരുടെ കാര്യങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പം ഞാൻ ആകെ അങ്ങ് ഒറ്റപ്പെട്ടു പോയി. ഒന്നാമത് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക് ആരും ഇല്ലായിരുന്നു. കാരണം മലയാളീസ് ഭയങ്കര കുറവായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ. അതുപോലെ എനിക്ക് എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വേറെ ആരെയും എനിക്കവിടെ പരിചയപ്പെടാനും ഉള്ളൊരു അവസരം കിട്ടുന്നില്ല. ഞാൻ ലിറ്ററലി ഇല്ലായിരുന്നു എന്ന് വേണം. 1-2 പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ടായിരുന്നു. പക്ഷെ അവരും എന്നെപ്പോലെ തന്നെ സ്ട്രഗിളിങ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ട് പേഴ്സണലി തോന്നി ഇത് പഠിച്ചെടുക്കാനായിട്ട്. അപ്പം ആ സമയം കൊണ്ട് എനിക്ക് നേരത്തെ കിട്ടിയ അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇനി തിരിച്ചു പോകാനൊരു ഓപ്ഷൻ ഇല്ല. ഇനി വന്നു പോയി ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ക്ലോസ് ആവുകയും ചെയ്തു. അപ്പോൾ എനിക്കിനി ഇത് എന്തായാലും മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പം ഞാനിത് പലരുമായിട്ടും ഡിസ്കസ് ചെയ്തു. കാരണം എന്നെ മെൻ്റലിയും ഫിസിക്കലി ഇമോഷണലി ഒക്കെ ഇതങ്ങ് ബാധിച്ചു. ഒരുപാട് കോഴ്സസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ 8 കോഴ്സസ് ഉണ്ടായിരുന്നു. സമയം എന്ന് പറയുന്നത് നമുക്കില്ല. എനിക്ക് ഈ ഒരു കൾച്ചറുമായിട്ടും അഡാപ്റ്റ് ആവാൻ പെട്ടെന്ന് പറ്റിയില്ല. ഒന്നാമത് സബ്ജക്റ്റ് പഠിക്കാൻ ഉള്ള ബുദ്ധിമുട്ട്, റുട്ടീനൊക്കെ അങ്ങോട്ട് മാറുവാണ്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് 8:30 വരെ, രാത്രി 8:30 വരെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ റൂമിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് ഒരു അക്കാഡമിക് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അക്കാഡമിക് ഡിഫിക്കൽട്ടി എങ്കിൽ നമുക്ക് ആ ബേസ് പോയിരുന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാവണമല്ലോ. പക്ഷെ അതിനുള്ള സമയം കിട്ടുന്നില്ല. അതുപോലെ അസൈൻമെൻറ്റ്സ് വരുന്നു, ക്വിസസ് വരുന്നു. ഈ ഒരു പേസുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ തീരുമാനിച്ചു, ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ്. ഇനി എന്തായാലും എൻ്റെ ഈ വർഷം പോയി, അടുത്ത വർഷം പോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അഡ്മിഷൻ MSc മാത്സിൽ തന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കാം. ജാമിൻ്റെ ഓപ്പർച്യൂണിറ്റിയും പോയി. കാരണം ജാം 1 വർഷമേ വാലിഡ് ആയിട്ടുള്ളൂ. അടുത്ത വർഷം നമ്മൾ വീണ്ടും എഴുതേണ്ടി വരും. വീണ്ടും എഴുതിയാൽ എനിക്ക് കിട്ടുമോ എന്ന് പോലും, ഒരു വട്ടം ക്വാളിഫൈ ആയെന്ന് വെച്ച് നെക്സ്റ്റ് ടൈം ക്വാളിഫൈ ആവണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പം എല്ലാവർക്കും അതൊരു വറിയും ആയിപ്പോയി. എന്നെപ്പോലെ എൻ്റെ പാരൻസിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വലിയൊരു പെയിനായിരുന്നു ഈ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്കെങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എന്നെക്കൊണ്ട് എത്താൻ പറ്റുന്നില്ല. ആ ഒരു കോഴ്സിൻ്റെ കരിക്കുലവും പേസും അക്കാഡമിക് ആക്ടിവിറ്റീസും ഒന്നും എൻ്റെ ഒരു കേപ്പബിലിറ്റി ആയിട്ട് അലൈൻഡ് ആവുന്നില്ലായിരുന്നു.
ഞാൻ മെൻ്റലി വീക്കാവാൻ തുടങ്ങി, ഫിസിക്കലി വീക്കാവാൻ തുടങ്ങി, അതുപോലെ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കാവാൻ തുടങ്ങി. ഫൈനലി ഞാൻ തീരുമാനിച്ചു, ഞാൻ ക്വിറ്റ് ചെയ്യുവാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ എന്ത് ഫ്യൂച്ചർ പോയാലും വേണ്ടില്ല, എൻ്റെ എന്ത് ആഗ്രഹം നടന്നില്ല എന്നാണെങ്കിലും വേണ്ടില്ല, എനിക്കിത് പറ്റില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ, ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ്. ഞാൻ ആ സമയത്തൊരു പ്ലീസറും കൂടെയാണ്. ഞാനിത് ആരുമായിട്ട് ഡിസ്കസ് ചെയ്താലും അവരാരും സമ്മതിക്കുന്നില്ല ഇത് ക്വിറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇതിപ്പം പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ബിഗിനിങ് സ്റ്റേജിലെ സ്ട്രഗിളാണ്. അത് നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നാൽ അത് മാറാവുന്നതേ ഉള്ളൂ. ഇത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് നഷ്ടമാക്കരുത് എന്നുള്ള അഭിപ്രായമാണല്ലോ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ അടുത്തും വരിക. അപ്പം ഞാൻ അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യാതിരിക്കാനെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് വരെ നോക്കാൻ തുടങ്ങി. എനിക്ക് പേഴ്സണലി ഇത് വേണ്ട, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളൊരു മൈൻഡിൽ വരെ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വരെ ബാധിച്ചു തുടങ്ങി. താങ്ങാൻ വയ്യാത്ത വിഷമത്തോടെയാണെങ്കിലും ക്വിറ്റ് ചെയ്തേക്കാം എന്ന് ഞാനങ്ങ് തീരുമാനിക്കുകയായിരുന്നു അവസാനം. എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള വലിയൊരു ലെസണുണ്ട്. നമ്മളൊരു വലിയ പ്രോബ്ലത്തിലിരിക്കുമ്പോൾ അതിന് സൊല്യൂഷൻ ഇല്ല എന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നുക. അപ്പം നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഒന്ന് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓവർകം ചെയ്യാനത് പറ്റിയിട്ടുണ്ടാവും. അതെനിക്ക് പ്രൂവ് ചെയ്ത് തന്ന 2 കാര്യം എനിക്കപ്പോൾ ലൈഫിൽ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ എല്ലാ കോഴ്സസും, ആ ഒരു സെമസ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ കോഴ്സസും എനിക്ക് ടഫല്ലായിരുന്നു. പക്ഷേ 80% ഓഫ് ദ കോഴ്സസും എനിക്ക് നല്ല ടഫായിരുന്നു. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തന്നെ എനിക്ക് തോന്നാൻ കാരണം മെജോറിറ്റി കോഴ്സസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പം എനിക്കിതിനകത്ത് 2-3 കോഴ്സസ് എനിക്ക് ഇഷ്ടമുള്ള കോഴ്സായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിലൊരു കോഴ്സ് ഇൻസ്ട്രക്ടർ എനിക്ക് ആളുടെ മുഖം ഓർമ്മ വന്നു. ഞാനിതുപോലെ ക്വിറ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്ത സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, ഇത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്, എൻ്റെ വലിയൊരു ഡ്രീമാണിത്. അത്രയും വലിയൊരു ഡ്രീം നമ്മൾ ഉപേക്ഷിക്കുന്നതിന് മുന്നേ എന്നെക്കൊണ്ടാകാവുന്നതെല്ലാം ഞാൻ ശ്രമിക്കണം. എന്നെക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്നെക്കൊണ്ട് സാധിക്കുമോ അതെല്ലാം ഞാൻ ശ്രമിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നെനിക്ക് തോന്നി. എൻ്റെ ഒരു നോട്ടത്തിൽ കുറച്ചേറെ എമ്പതിയും കുറച്ചേറെ സ്റ്റുഡൻസിനോട് സ്നേഹമുള്ള ഒരാളൊക്കെ ആയിട്ടുള്ള പ്രൊഫസർ മനോരഞ്ജൻ സാഹു എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കോഴ്സ് പഠിപ്പിച്ചിരുന്നത്. അപ്പം സാറിൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി എൻ്റെ പ്രോബ്ലം സംസാരിച്ചു. ഞാൻ ഇതാണ് ഫേസ് ചെയ്യുന്നത്, എനിക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. സാർ ആ സമയത്ത് ഞാൻ ഈ പ്രോബ്ലത്തെ കാണുന്ന ഒരു രീതി തന്നെ എനിക്ക് മാറ്റിത്തന്നു. സാറ് എന്നോട് എങ്ങനെയാണ് ഞാൻ ഇത് ഓവർകം ചെയ്യേണ്ടത്, ഈ അക്കാഡമിക് ഡിഫിക്കൽട്ടി ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലിയർ പിക്ചർ എനിക്ക് സാർ തന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ ആ മോട്ടിവേഷനിൽ ഞാനിത് ഒന്നും കൂടെ പരിശ്രമിച്ച് നോക്കാം എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ വേറൊരാളും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ആ ഒരു ടൈമിൽ അതെൻ്റെ അമ്മയുടെ അനിയത്തിയായിരുന്നു. ഞാൻ ഇതേ കാര്യം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ അടുത്ത് സംസാരിച്ചു. എനിക്ക് നിർത്തണം, കോഴ്സ് നിർത്തണം, ഞാൻ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ എൻ്റെ അടുത്ത് ചെറിയമ്മ പറഞ്ഞതാണ്, എന്തായാലും നീ മുംബൈയിൽ പോയി, ഇനി തിരിച്ചു വന്നിട്ട് നിനക്ക് ഈ ഒരു ഇയറിൽ ഒന്നും ചെയ്യാനില്ല. അതുപോലെ നിനക്ക് നീ പേ ചെയ്ത ഫീസും കാര്യങ്ങളൊന്നും റീഫണ്ട് ചെയ്ത് കിട്ടാനൊന്നും പോകുന്നില്ല, തിരിച്ച് പോരുവാണെന്ന് വെച്ചിട്ട് ഹോസ്റ്റൽ ഫീസ്, ട്യൂഷൻ ഫീസ് എല്ലാം പെയ്ഡാണ്, ഇതൊന്നും തിരിച്ചു കിട്ടില്ല നീ പോരുവാന്ന് വെച്ചിട്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം മുംബൈയൊക്കെ ഒന്ന് കണ്ടിട്ട് വാ, ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നീ അവിടെ നിന്ന് നോക്ക്. നീ ക്വിറ്റ് നീ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നൊന്നും വിചാരിക്കേണ്ട, നീ വെറുതെ ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ നിൽക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു. ഈ 2 വ്യക്തികളോട് ഞാൻ അന്ന് സംസാരിച്ചത് ശരിക്കും എൻ്റെ ആ ഒരു ഡിസിഷൻ, ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് പോരുകയാണെന്നുള്ള ഡിസിഷൻ മാറ്റിച്ചു. എന്നിട്ട് ഞാൻ ഇവർ പറഞ്ഞ പോലെ ഞാൻ ചിന്തിച്ചും പ്രയത്നിച്ചും നോക്കി ഒരു സെമസ്റ്റർ. അങ്ങനെ ഞാൻ ആ സെമസ്റ്റർ സർവൈവായി. പിന്നെ ആണ് നമ്മുടെ കോവിഡ് വരുന്നത്. ഞാൻ ഒന്ന് സർവൈവായി, അപ്പം തന്നെ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും തിരിച്ച് ലോക്ക്ഡൗണായി നാട്ടിൽ വരുന്നു. പിന്നെ ക്ലാസ്സസൊക്കെ ഓൺലൈൻ ആവുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ആ കോഴ്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പറയത്തക്ക സ്ട്രഗിൾസ് ഒന്നും എനിക്ക് പിന്നെ ഉണ്ടായിരുന്നില്ല.
അങ്ങനെ 4th സെമസ്റ്റർ ആയപ്പം പയ്യെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് സ്റ്റുഡൻസിനെ തിരിച്ച് ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഫേസ് ബൈ ഫേസ് ആയിട്ട് കുറച്ച് സ്റ്റുഡൻസിനെ ആയിട്ട് തിരിച്ച് ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് തിരിച്ചു പോയി. പക്ഷേ സ്റ്റിൽ ക്ലാസ്സസ് ഒക്കെ ഓൺലൈനാണ്. എനിക്ക് തോന്നുന്നത് 2 ഹോൾ ഇയർ എന്തോ എല്ലാം ഓൺലൈനായിരുന്നു. അപ്പം ഞാൻ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റൂമിന് വെളിയിലോട്ടൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. മറ്റേ മാസ്ക് വെച്ചുള്ള ജീവിതം, ക്വാറന്റൈൻ, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പം കൃത്യസമയത്ത് 4th സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു സീരീസ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഇഷ്യൂസ് എനിക്ക് വരികയാണ്. ഡെങ്കു എല്ലാം തുടങ്ങിയത് ഒരു ഡെങ്കുവില, അതിൻ്റെ പുറകെ കോവിഡ് വരുന്നു. അങ്ങനെ പല കാരണങ്ങൾ, അൾസറേറ്റീവ് കൊളൈറ്റീസ് എന്ന് പറയുന്നൊരു വില്ലൻ അതിനിടയ്ക്ക്, ഇങ്ങനെ പല കാര്യങ്ങൾ. എനിക്ക് അവിടുത്തെ ഫുഡ് പിടിക്കാതെ വരുന്നു. അങ്ങനെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കൂടെ വന്ന് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അക്കാഡമിക്സ് ഫോളോ ചെയ്യാൻ പറ്റാതെ ഞാൻ മെൻ്റലി ഡിപ്രസ്ഡ് ആവുന്നു. ഇങ്ങനൊരു സീരീസ് ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോന്നു. ആ കോഴ്സിൽ സെമസ്റ്ററിലെ പല എക്സാംസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ എനിക്ക് ആ കോഴ്സസ് എല്ലാം തന്നെ അടുത്ത കമ്മിങ് അക്കാഡമിക് ഇയറിൽ ഈവൻ സെമസ്റ്ററിൽ അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. അപ്പോഴേക്കും ഓൾറെഡി എനിക്ക് 2.5 ഇയേഴ്സേ ഉള്ളൂ എൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ സെമസ്റ്റർ എനിക്ക് ഈ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യാം. ഞാനിപ്പം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ കോഴ്സൊക്കെ എനിക്ക് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കണം. നമുക്ക് എക്സാം മാത്രമായിട്ട് എഴുതാൻ പറ്റത്തില്ല, നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ്ലി റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2.5 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എക്സാംസ് എല്ലാം എഴുതാൻ വേണ്ടി ഞാൻ ഒരു എക്സ്റ്റൻഷനും കൂടെ എടുത്തു. ഈ എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ചെയ്യാനും എനിക്ക് പറ്റിയില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ട്. അപ്പം ആ കംപ്ലീറ്റ് ചെയ്യാത്ത കോഴ്സസാണ് ഞാൻ ഈ കഴിഞ്ഞ സെമസ്റ്ററിൽ, അതായത് ജാനുവരി തൊട്ട് മെയ് വരെയുള്ള ഡ്യൂറേഷനിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തീർത്തത്. അപ്പം ഞാൻ ഒരുവിധം ഒന്ന് സർവൈവ് ആയ സമയത്താണ് എനിക്ക് ഈ സിറ്റുവേഷൻസ് ഒക്കെ പിന്നെയും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് തുടക്കം തൊട്ടേ ഈ ഒരു കോഴ്സ് എനിക്ക് ഓരോ ഇഷ്യൂസ് കാരണം ക്വിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിൽ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു കോഴ്സ് വീണ്ടും എനിക്ക് മുടങ്ങുകയാണ്. ഫൈനൽ സെമസ്റ്റർ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ 2022 ഞാൻ ഈ കോഴ്സ് ക്വിറ്റ് ചെയ്തിട്ട് പോരുകയാണ്. പിന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൂടുമെന്നൊക്കെയുള്ള പേടി, എനിക്ക് ആ ഫുഡ് വീണ്ടും ചെന്ന് എനിക്കൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ വീണ്ടും പോയി ഹോസ്റ്റലിൽ പോയി അതേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, ഹോസ്റ്റൽ ഫുഡ് നല്ലതാണ് കേട്ടോ, ഞാൻ ഹോസ്റ്റൽ ഫുഡ് മോശമാണെന്നല്ല പറഞ്ഞത്, എനിക്ക് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഹോസ്റ്റലിൽ. അപ്പോൾ എനിക്ക് ആ ഒരു പേടി കാരണം ഞാൻ തിരിച്ചിത് കംപ്ലീറ്റ്ലി റിക്കവർ ആവാതെ ഞാൻ പോവണ്ട എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് 2.5 വർഷം നീണ്ടു. ഞാൻ കംപ്ലീറ്റ്ലി റിക്കവറായി, ഹാപ്പിയായി, മെൻ്റലി ഫിസിക്കലി ഒക്കെ ഞാൻ എല്ലാ രീതിയിലും റിക്കവറായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ജാനുവരിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം വീണ്ടും ഞാൻ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത ഈ കോഴ്സ് വീണ്ടും ക്വിറ്റ് ആവുക എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തുകയാണ്. എനിക്കൊന്നാമത് അപ്പോൾ ലാക്ക് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു, ഞാൻ എന്തവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. ഞാൻ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, അക്കാഡമിക്കലി എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല കൃത്യമായിട്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ ടൈമിൽ ചെയ്തൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ പ്രോപ്പറായിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. ശരിക്കും ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, ഏത് തരം ക്രൈസിസ് ആണെങ്കിലും അത് സോൾവ് ചെയ്യാനായിട്ടോ അത് ഓവർകം ചെയ്യാനായിട്ടോ സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സെൽസും ഒരുപാട് സപ്പോർട്ട് സിസ്റ്റവും ഉണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു സിറ്റുവേഷനും ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് എനിക്ക് പേഴ്സണലി ഇപ്പോൾ തോന്നുന്നത്. അന്ന് എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് ഹെൽപ്പ് സെൻറ്റർ, ഇപ്പം IIT ബോംബെയിലാണെങ്കിൽ സ്റ്റുഡൻറ്റ് വെൽനസ് സെൻറ്റർ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലുണ്ട്, സൈക്യാട്രിസ്റ്റ് അവൈലബിൾ ആണ്, സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രോപ്പറായിട്ട് റീച്ച് ഔട്ട് ചെയ്തില്ല. മാത്രമല്ല, റീച്ച് ഔട്ട് ചെയ്യാത്തതിൽ ഒരു റീസൺ എന്തായിരുന്നെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി അതിന് മുന്നേ ഒരു വട്ടം അക്കാഡമിക് ഡിഫിക്കൽട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റുഡൻറ്റ് വെൽനസ് സെൻറ്ററിൽ പോയപ്പോൾ ഞാൻ ഓൾറെഡി അവരെന്താണ് എന്നോട് പറയേണ്ടതെന്ന് ഞാനായിട്ട് തീരുമാനിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എങ്ങനെയാണ് അവരെന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ മനസ്സിൽ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രജുഡിസുമായിട്ട് നമ്മുടെ ഇഷ്യൂ പോയി പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിപ്ലൈ അല്ല തരുന്നതെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവുമല്ലോ. അപ്പം ഈ ഒരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ആരുടെയും ഹെൽപ്പ് സീക്ക് ചെയ്തില്ല എന്ന് വേണേൽ പറയാം ആ ഒരു ടൈമിൽ.
അപ്പം അതെന്നെ കൂടുതൽ ഡൗൺ ആക്കുകയാണ് ചെയ്തത്. ഒരു പ്രോപ്പർ സൊല്യൂഷൻ, ഇപ്പോൾ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ ആ കൂടെ നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ കൂടെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ബാധിക്കും, ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ച് കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കേസിൽ. അപ്പം അത് വെച്ചുകൊണ്ട്, ഇത്രയും ഇഷ്യൂസ് വെച്ചുകൊണ്ട് ഒരു കോഴ്സ് ഹാൻഡിൽ ചെയ്യാനും എന്നെക്കൊണ്ട് പേഴ്സണലി പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യണ്ട, ഇനി ഇതങ്ങ് നിർത്തിയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എത്തി. തിരിച്ച് പോകണ്ട, കോഴ്സ് ടെമ്പററി ആയിട്ട് ഞാൻ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് ഒന്ന് ഫിസിക്കലി മെൻ്റലി ഫിറ്റായി കഴിയുമ്പോൾ തിരിച്ച് പോകണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകും തോറും എനിക്കത് പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ച് ഞാനത് ചെയ്തില്ല. ആ ഒരു ടൈം ഞാൻ എൻ്റെ ഹീലിങ്ങിനായിട്ട് യൂസ് ചെയ്തു എന്ന് വേണേൽ പറയാം. അങ്ങനെ ഞാൻ എൻ്റെ ഹീലിങ്ങിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്തായിരുന്നു എൻ്റെ എക്സാക്ട് പ്രോബ്ലം എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഡയഗ്നോസ്ഡ് ആവുന്നു, അൾസറേറ്റീവ് കൊളൈറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് പോകുന്നു, PTSD റിക്കവർ ആവുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഓവർകം ചെയ്തെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 2.5 വർഷമായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോലും ഞാൻ എന്തായിരുന്നു ഫേസ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ ഞാൻ പറയുന്നത് പോലും. കാരണം ഞാൻ എൻ്റെ പ്രോബ്ലം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവുമോ, അത് അയാൾ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെയുള്ള പല പല ചിന്തകളായിരുന്നു. മാത്രമല്ല ഞാൻ എൻ്റെ ഇഷ്യൂസ് എനിക്കറിയാവുന്ന പലരുടെ അടുത്തും ഞാൻ ഷെയർ ചെയ്തപ്പോൾ പോലും ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്ത ഒരു എക്സ്പീരിയൻസും കൂടെ എനിക്കുണ്ട്. കാരണം നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ നമ്മുടെ നാട്ടിൽ അത്ര അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ഇതുപോലുള്ളൊരു ഇഷ്യൂ നമ്മളൊരാളോട് പറയുമ്പം ചിലപ്പം അവർ നമ്മളോട് പറയുന്നത് നമ്മളുടെ ഓവർ തിങ്കിങ് ആണ്, നമ്മൾ ഒരുപാട് ആവശ്യമില്ലാതെ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്നൊക്കെയുള്ള കമൻസൊക്കെ നമ്മളോട് പറയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് ഇവരോടൊന്നും പറയണ്ട, ഇനി നമ്മൾ ജഡ്ജ്ഡ് ആവുന്നത് മാത്രമേ ബാക്കിയുള്ളൂ എന്നൊക്കെ വിചാരിക്കുമല്ലോ. അപ്പം ഈ ഒരു ചിന്ത ഞാൻ ജനറലൈസ് ചെയ്തു, എല്ലാവരും ഇങ്ങനെ ആവാം എന്നുള്ളൊരു പേടി കാരണം ഞാനിത് പ്രോപ്പറായിട്ട് മനസ്സിലാകുന്നവരോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു 2.5 വർഷത്തെ എൻ്റെ ഒരു ഫിസിക്കൽ മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ അത് കാരണം ഇത്തവണ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ തന്നെ എൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും, എൻ്റെ ഡിഫിക്കൽട്ടീസ്, എൻ്റെ പാസ്റ്റ് എന്തായിരുന്നു, ഞാൻ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അവെയർ ആക്കി വെക്കുകയായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് എവിടേക്കാണോ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇടങ്ങളിലൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റൻ്റ് ആയിട്ടും ആ ഒരു സെമസ്റ്ററിലുടനീളം ഞാൻ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് ചെറിയ ഇഷ്യൂ വന്നാലും ഞാൻ ഉടനെ തന്നെ സ്റ്റുഡൻറ്റ് വെൽനസ് സെൻറ്ററിലോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരുണ്ടായിരിക്കും, സീനിയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാച്ച്മേറ്റ്സ് ഉണ്ടായിരിക്കും, ആരുടെയെങ്കിലും എടുത്ത് ഞാനിത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തൊരു ചെറിയ ഇഷ്യൂ ആണെങ്കിലും വലിയ ഇഷ്യൂ ആണെങ്കിലും അക്കാഡമിക് ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിലും എന്ത് പ്രോബ്ലം ആണെങ്കിലും ഞാൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽപ്പും സൊല്യൂഷനും കിട്ടാൻ തുടങ്ങി. അത് എൻ്റെ ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദിസ് കോഴ്സ് അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ. അങ്ങനെ ഈ ഒരു 2.5 ഇയേഴ്സ് ഈ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ക്ലാരിറ്റി കിട്ടണമെന്ന് തോന്നി. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ഏത് ഫേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഫിസിക്കൽ ഹെൽത്തിലും മെൻ്റൽ ഹെൽത്തിലും ഫോക്കസ് ചെയ്യുകയാണ്. അങ്ങനെ എനിക്ക് PTSD ഡയഗ്നോസ്ഡ് ആവുന്നു, അതിനുവേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, അൾസറേറ്റീവ് കൊളൈറ്റീസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. അങ്ങനെ പാരലലി മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പോകെ പോകെ ഹീലാവുന്നു, എനിക്കും ക്ലാരിറ്റി കിട്ടുന്നു, എവിടേക്കാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, എവിടേക്കാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ലൈഫിലും അക്കാഡമിക്സിലും പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എവ്രിവെയർ ഞാൻ എവിടെയൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു അവിടെയൊക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ഈ ഒരു 2.5 വർഷത്തിലാണ്. ഈവൻ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ഈ ഒരു കാലയളവിൽ. അപ്പം എനിക്ക് ഒരു
കഴിഞ്ഞ ഒരു 1.5 വർഷം മുന്നേ ഞാൻ ചിന്തിച്ചിരുന്നു ഞാൻ തിരിച്ച് ഈ കോഴ്സിലേക്ക് പോകത്തില്ല, എനിക്ക് വീണ്ടും ആ ഒരു സ്ട്രെസ്സിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം എനിക്ക് ഞാനത് ഇനി തിരിച്ചില്ല എന്നൊരു ഉറപ്പിച്ചിരുന്ന ഒരു സമയത്താണ് ഞാൻ ഇനി എന്താ എനിക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുക, ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണോ അതോ ഞാൻ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നൊക്കെയുള്ളൊരു തീരുമാനം വന്നപ്പോഴാണ് ഞാൻ ചാനലിൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ചാനലിൽ ഫോക്കസ് ചെയ്ത് അത് ഒപ്പം തന്നെ എൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽനെസ്സിൽ ഞാൻ ഫോക്കസ് ചെയ്തു. ഓൾമോസ്റ്റ് ഞാൻ റിക്കവറായി, ഞാൻ ഒരു മോട്ടിവേറ്റഡ് ആയ ഒരു ഇൻഡിവിജ്വലായി മാറിയ സമയത്താണ് എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തിരിച്ചു വരികയാണ്. അപ്പം തിരിച്ചു വന്നപ്പം എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു. അതിലൊന്ന്, ഒന്നാമത് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ, എനിക്കിത് എങ്ങനെ, ഈ കോഴ്സ് ആകെ 4 മാസമാണ് ഒരു സെമസ്റ്റർ ഉള്ളത്, ഈ 4 മാസം കൊണ്ട് എനിക്കിതെല്ലാം പഠിച്ചെടുത്തത് പാസ്സാവാൻ പറ്റുമോ? പിന്നെ കുറച്ച് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരുന്നത് കാരണം വീണ്ടും എനിക്ക് ടെൻഷനാണ്. എനിക്കതിൻ്റെ ഒരു ബേസ് കുറവുള്ളത് കാരണം എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ, പാസ്സാകുമോ എന്നുള്ള ടെൻഷൻ, അതായിരുന്നു ഒരു മേജർ ടെൻഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്കാഡമിക് സ്ട്രെസ്സും ടൈമും മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കൂടെ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളതും, ഈ 2 കാര്യമായിരുന്നു എൻ്റെ മേജർ കൺസേൺസ്. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം വരുന്നിടം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട്, പ്രിപ്പയർഡ് ആയിട്ടിരിക്കാമല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് പറ്റുന്നത്രയും എന്നെ ബാധിക്കാതിരിക്കാനായിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻറ്റ് വെൽനസ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതാണ് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. ഞാനൊരു ഓപ്പൺ മൈൻഡോട് കൂടിയാണ് കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രജുഡിസും ഇല്ലാതെ നല്ല വെൽക്കമിങ് ആയിട്ട് എന്താണോ അവർ പറയുന്നത് അതിനെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കേട്ട് അത് അതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്നത്രയും രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക. അവർ പറയുന്നത് എന്താണോ അത് അനുസരിച്ചിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത് നോക്കുക, എന്നിട്ട് അടുത്ത അപ്പോയിൻമെൻറ്റ് എടുക്കുക. അങ്ങനെ ഒരു ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ഇത്തവണ അതിനെ കൊണ്ടുപോയി. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഞാൻ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തില്ല. ഇത്തവണ ഞാൻ പ്രോപ്പറായിട്ടുള്ള ക്ലിനിക്കൽ ഹെൽപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തുനിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ അക്കാഡമിക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതെൻ്റെ അക്കാഡമിക്സിൽ റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ക്ലാസ്സിലാണെങ്കിലും നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല ആളുകളുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയേഴ്സ് ആണെങ്കിലും ബാച്ച്മേറ്റ്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. ഇവരിൽ പലരും ഞാൻ നേരത്തെ ഈ കോഴ്സിൻ്റെ ബിഗിനിങ് ടൈമിലും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഞാൻ കൊടുത്തിട്ടില്ല എന്ന് വേണേൽ പറയാം. കാരണം ഞാൻ എപ്പോഴും ടെൻസ്ഡ് ആയിരുന്നു, വറീഡ് ആയിരുന്നു. എനിക്ക് വേണ്ടുന്നത് ഇത് ക്വിറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനായിരുന്നു. അല്ലാണ്ട് ഹെൽപ്പ് സീക്ക് ചെയ്തത് ഓവർകം ചെയ്യാന്നുള്ളതിനെക്കാട്ടിലും ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഇതിട്ടിട്ട് പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ എനിക്കിത് ഓവർകം ചെയ്യണം എന്നുള്ളൊരു തീരുമാനവും, അതുപോലെ ഞാൻ ഓപ്പണായിരുന്നു ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട്. അതുപോലെ എൻ്റെ പ്രോബ്ലവും കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു എന്ന് വേണേൽ പറയാം. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഇഷ്യൂസും അല്ലെ എൻ്റെ കൺസേൺസൊക്കെ ഷെയർ ചെയ്യും തോറും ഇതുപോലെ പല ആളുകളും ഇങ്ങോട്ടും അവരുടെ ഓരോരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു ഒറ്റപ്പെട്ട കേസ് അല്ല, എനിക്ക് മാത്രം സംഭവിച്ച ഒരു ട്രാജഡി ഒന്നുമല്ല, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. എൻ്റെ ഒരു പാസ്റ്റ് സെൽഫും കറണ്ട് സെൽഫുമായിട്ടുള്ളൊരു മേജർ ഡിഫറൻസ് അതായിരുന്നു. ഞാൻ അന്ന് ഈ ഒരു പ്രശ്നങ്ങളെ കണ്ടിരുന്ന രീതി, ഇന്ന് ഞാനിതിനെ കാണുന്ന രീതി. ഇതിൻ്റെയൊക്കെ അർത്ഥം എല്ലാ ടൈമിലും ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു, എല്ലാ ടൈമിലും ഞാൻ ഭയങ്കര ഫൈറ്റിംഗ് മോഡായിരുന്നു എന്നൊന്നുമല്ല. തീരെ ഡൗൺ ആയ സമയങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. അപ്പോൾ എനിക്ക് ഹെൽപ്പ് കിട്ടാത്ത സമയങ്ങളും ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കായ സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഒറ്റയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തത്. അതിൽ ഞാൻ ചെയ്തൊരു മെയിൻ തിങ് ആയിരുന്നു,
എൻ്റെ റൂമിനെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്കൊരു വാൾ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ഈ ഓവർകം ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ മാനിഫെസ്റ്റേഷൻസ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെപ്പോഴും എൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നവരെ സ്പെൻഡ് ചെയ്യുന്നൊരു ടൈമാണല്ലോ റൂം എന്ന് പറയുന്നത്. അപ്പം ആ റൂം എന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ആരും ഇല്ലാത്ത സമയങ്ങളിൽ ഞാനും എൻ്റെ മുറി മാത്രമായിരിക്കുമല്ലോ. അതുപോലെ ഫോണിലെ വാൾപേപ്പേഴ്സൊക്കെ ഞാൻ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ആക്കി. അങ്ങനെ പല കാര്യങ്ങളും ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ നമുക്കില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തുള്ള ഫ്രണ്ട്സിനെയും പാർട്ട്ണറിനെയും ഒക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും അതെന്നെ ബാധിക്കാൻ ഞാൻ ഇത്തവണ അനുവദിച്ചില്ല എന്ന് വേണേൽ പറയാം. അങ്ങനെ സംഭവബഹുലമായ ഈ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ. നമ്മൾ ഒന്നിനും ഒരു ഡെഡ് എൻഡ് കൊടുക്കാതിരിക്കുക. ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ, നമുക്ക് അത് കംപ്ലീറ്റ്ലി നിൽക്കാൻ പോവുകയാണ് ആ ഒരു കാര്യം എന്ന് തോന്നുന്നു. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ ഒരു പേഴ്സ്പെക്റ്റീവിൻ്റെ ചേഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല ടീച്ചറിനോട് സംസാരിക്കുന്നതോ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊന്നിരുന്ന് ചിന്തിക്കുന്നതായിരിക്കാം നമ്മുടെ ആ ഒരു കാര്യത്തോടുള്ള പേഴ്സ്പെക്റ്റീവ് മാറ്റി പുതിയൊരു വഴിത്തിരിവിലേക്ക് നമുക്ക് തിരിയാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ക്വിറ്റ് ചെയ്യേണ്ട സമയത്ത് ക്വിറ്റ് ചെയ്യുക, ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് ബ്രേക്ക് എടുക്കുക, ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട സമയത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുക, ഹെസിറ്റേറ്റ് ചെയ്യാതിരിക്കുക. നമ്മളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മളുടെ പ്രോബ്ലംസൊക്കെ ഉള്ളിലേക്ക് ഒതുക്കാതിരിക്കുക. പിന്നെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നമ്മളുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് ഇതൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കരുത്. ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനും അവരുടേതായ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും അല്ലേ. എല്ലാ സ്റ്റുഡൻറ്റ് ലൈഫ് ഒരുപോലല്ല. ഒരാളുടെ സ്ട്രഗിൾ ആയിരിക്കത്തില്ല വേറൊരാളുടെ സ്ട്രഗിൾ, ഒരു നാട്ടിലെ സ്ട്രഗിൾ ആയിരിക്കത്തില്ല വേറൊരു നാട്ടിലെ സ്ട്രഗിൾ. ഇപ്പം നമ്മൾ നാട്ടിലായിരുന്നെങ്കിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ചിലപ്പം വേറൊരു കേരളത്തിന് വെളിയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫേസ് ചെയ്യേണ്ടി വരിക. ലാംഗ്വേജ്, എൻ്റെ കാര്യത്തിൽ എനിക്ക് ലാംഗ്വേജ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഹിന്ദി അറിയാത്ത കാരണം എനിക്ക് എൻ്റെ മനസ്സ് ഓപ്പൺ അപ്പ് ചെയ്യാൻ പല ഘട്ടത്തിലും പലരോടും പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസൊക്കെ നമ്മൾ ഫേസ് ചെയ്യും. പക്ഷേ എനിക്ക് ഇത് കാണുന്ന സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, സ്റ്റുഡൻസിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ സെൽസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടീം ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഒരു കൺസേൺ നമ്മൾ ഒരിടത്ത് പോയി ഷെയർ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്നൊരു സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ സ്വിച്ച് ചെയ്യുക. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ, അതൊരു ഡെഡ് എൻഡ് ആക്കി വെക്കാതെ നമ്മൾ സ്വിച്ച് ചെയ്യുക. നമ്മൾ പല ആളുകളെ അപ്രോച്ച് ചെയ്യുക. നമ്മുടെ സൊല്യൂഷൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് വർഷങ്ങളെടുത്തു ഈ ഒരു ഫാക്റ്റ്, സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് ഈ ഒരു ഫാക്റ്റ് മനസ്സിലാവാനായിട്ട്. ഞാനൊരു ബിഗിനിങ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തുടക്കത്തിലെ സമയത്ത് എൻ്റെ ഇപ്പോഴത്തെ ഈ അറിവുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പസ് ലൈഫ് എനിക്ക് കിട്ടിയാനെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ഇല്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി പാരൻസ്, അതുപോലെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഇവരുടെ ഇൻഫ്ലുവൻസ്. അപ്പം എപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹെൽപ്പ് സീക്ക് ചെയ്യാനോ ഒന്നും അത്ര കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നില്ല. അതുപോലെ അവർക്ക് തന്നെ എന്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നൊരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരുപാട് വീക്കായിട്ടുള്ള, നമ്മൾ തന്നെ ഒരുപാട് കേസസ് നമ്മൾ പത്രത്തിലും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട്. സ്റ്റുഡൻസ് സൂയിസൈഡ് ചെയ്യുന്നത്, സ്റ്റുഡൻസ് റാഗിങ് ഒക്കെ പേടിച്ച് ക്വിറ്റ് ചെയ്ത് പോരുന്നത്, ഇങ്ങനെ ഒരുപാട് കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സമയത്തൊക്കെ അവരെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു
കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ സർവൈവ് ചെയ്യാമായിരുന്ന ഇൻസിഡൻസ് ആയിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ. ചിലവരെ പേരൻസ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ചിലവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ ഒരു മനസ്സിലാക്കാൻ ഒരു സീനിയർ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു വെൽനസ് ബോഡി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് മാറി മറിയുമായിരുന്നു. നല്ല രീതിയിൽ ആ ക്യാമ്പസ് ലൈഫ് കംപ്ലീറ്റ് ചെയ്ത് പോരാൻ പറ്റുമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ. അപ്പോൾ സ്റ്റുഡൻറ്റിന് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്ന് എനിക്ക് പറയാനുള്ളത്. ചുറ്റിനുള്ള ആളുകൾ എല്ലാവരും റെസ്പോൺസിബിളാണ്. അതിനാണല്ലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫാമിലി എന്നൊക്കെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളല്ലേ. അപ്പം ഓരോരുത്തരും അവരവരുടേതായ സപ്പോർട്ടും സഹായവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവില്ല. മാത്രമല്ല അത് അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ക്വിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലൊക്കെ ക്വിറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്നും എപ്പോഴാണെന്നും നമ്മൾ അറിയുകയും വേണം. അതുപോലെ ചുറ്റിനുള്ളവർ ക്വിറ്റ് ചെയ്യാൻ അനുവദിക്കുകയും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും. ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.